മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തി, കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ. ഈ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. 14കാരിയെ കൊന്നുകളഞ്ഞത് 16കാരനായ കാമുകനാണ്. ഞാൻ ഈ വാർത്തയെ പറ്റിയല്ല പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് പറയുന്നത്. കൊലപാതകവും പീഡനവും ഒക്കെ കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാറുള്ളത്. എന്നാൽ പുറത്തു വരാത്ത ഒരുപാട് വാർത്തകളുണ്ട്. 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 80 പേരും പ്രണയിക്കുന്നവരാണ്. അതൊരു സാധാരണയായി മാറിയിരിക്കുന്നു. ഒരുപാട് നമ്മുടെ ആൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരാണ്. രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ നോക്കേണ്ട ചുമതല നമുക്കാണ്. നമ്മുടെ ജോലി തിരക്കുകളോ മറ്റു വർക്കുകളോ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കടമയിൽ നിന്ന് നമ്മൾ ഉൾവലിയരുത്. നമ്മൾ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ? നമ്മുടെ മക്കൾ തന്നെ ഇല്ലാതായാൽ പിന്നെ ഈ അധ്വാനത്തിന് എന്താണ് ഫലമുള്ളത്? അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്യണം. അവരുടെ ടീച്ചേഴ്സിനോട് നമുക്ക് ബന്ധം വേണം, അവരുടെ കൂട്ടുകാരോട് നമുക്ക് ബന്ധം വേണം. എല്ലാറ്റിനും ഉപരി നമ്മുടെ കുട്ടിയോട് തന്നെ നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം വേണം. ഇതിലൂടെ നമ്മുടെ കുട്ടി നമ്മോട് തുറന്നു പറയാനും അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും, അവൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ നമ്മളോട് വഴക്കിടുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവൻ വഴക്കിടുന്നത്, അതിൻ്റെ കാരണം കണ്ടെത്തി നമ്മൾ പരിഹരിക്കണം. ഇതിന് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവൂ.